وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. രണ്ട് ആളുകളെയാണ് അല്ലാഹു ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാതൃകയാക്കി വെച്ചത്. ഒരു നബിയല്ല എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടെന്നാൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല മാതൃകയാക്കി വെക്കാൻ തെരഞ്ഞെടുത്തതും രണ്ട് പെണ്ണുങ്ങളെയാണ്. അവിശ്വാസികൾക്ക് മാതൃകയും രണ്ട് പെണ്ണുങ്ങളാണ്. അമ്പിയാക്കന്മാരിൽ രണ്ട് മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ഭാര്യമാരാണ് ഇവിടുത്തെ അവിശ്വാസികൾക്കുള്ള മാതൃക. കാരണം അവർ അവിശ്വാസിനികൾ ആയിരുന്നു. ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കസിനുണ്ട് മഹാനായ ലൂത്ത് അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ കാഫിറത്താണ്. അത് പറഞ്ഞിട്ട് അല്ലാഹു പറയാൻ മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണം ഇംറഅത്ത് ഫിർഔൻ, ഫറോവയുടെ റംസീസ് രണ്ടാമന്റെ ഭാര്യ മഹദി ആസിയ റളിയല്ലാഹു അൻഹാ. അത് ഈമാനിന്റെ ഏറ്റവും വലിയ പ്രകടമായ മനോഹരമായ ദീപ്തമായ ഉദാഹരണം. കൊട്ടാരം പുറത്താക്കി, എല്ലാം നഷ്ടപ്പെട്ടു, തന്റെ പട്ടാളക്കാരെ കൊണ്ട് വേദനിപ്പിച്ചു ആസിയ ബീവിയെ, നരകിച്ചു കഴിഞ്ഞു. വീടിന്റെ പുറത്ത് ഒരു പെണ്ണ് വീടിന്റെ പുറത്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന് ഒരു പെണ്ണിന് ചിന്തിച്ചാൽ മനസ്സിലാകും. എന്താ അല്ലാഹുവിനോട് പറ, റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗത്തിൽ ഒരു വീട് എനിക്ക് തരണം പടച്ചവനെ. എന്റെ ഭർത്താവ് ഫറോവ എന്നെ ഉപദ്രവിക്കുന്നു, എനിക്കത് പ്രശ്നമല്ല, കൊട്ടാരം എനിക്ക് നഷ്ടമാണ്. ദുനിയാവിന്റെ ഒരു ലക്ഷറി പോയിട്ട് ദുനിയാവിന്റെ ഒരു അമേരിറ്റീസിന് പോലും ആക്സസ് ഇല്ലാത്ത രീതിയിൽ പുറത്ത് ജീവിക്കാൻ നിന്റെ സ്വർഗത്തിൽ ഒരു റൂം എനിക്ക് വേണം പടച്ചവനെ. ബൈത്ത് എന്ന് പറഞ്ഞാൽ അന്തിയുറങ്ങാൻ, മബീത്ത് എന്നതിനർത്ഥം അന്തിയുറങ്ങാൻ ഒരു ഇടം നിന്റെ ആഖിറത്തെ എനിക്ക് വേണം പടച്ചവനെ, കൊച്ചു വീട് വേണം എന്ന് പറഞ്ഞ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങൾക്കല്ല, പെണ്ണിനും ആണിനും ഒക്കെയുള്ള ഉദാഹരണമാണ്. അടുത്ത ഉദാഹരണം ആരാണ്? ഏറ്റവും വലിയ മഹദിയാണ്. വമർയമ ബിനത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ. സുബ്ഹാനല്ലാഹ്. വമർയമ ബിനത ഇമ്രാൻ എന്നവരുടെ മകൾ മറിയം അലൈഹിസ്സലാം, അല്ലതി അഹ്സനത് ഫർജഹാ, അവരവരുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചവളാണ്. അല്ലാഹു പറയുന്ന ക്വാളിറ്റി, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മോഡസ്റ്റി, അവരുടെ ഹയാ, അവരുടെ നാണം, അവരുടെ ചാരിത്രം, ഇത് സ്പർശിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഉദാഹരണം. അതോ ആണിനും പെണ്ണിനുമുള്ള മാതൃകയാണ്. ലില്ലദീന ആമനു, ഖിയാമം വരെ വരാൻ പോകുന്ന മുഅ്മിനീങ്ങൾ ഈ രണ്ട് മഹദിമാരെ ഓർക്കാതെ പോകാൻ പാടില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ. മറിയം ബീവി ജീവിക്കുന്ന കാലം വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തോടൊപ്പം സ്വവർഗത്തിലുള്ള സ്വവർഗരതികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലുകളിൽ അന്ന് നിലവിലുണ്ട്. ആ സാഹചര്യത്തിലാണ് എന്തിനേറെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ജൂതന്മാർ പോലും നിസ്സങ്കോചം ആക്ഷേപിച്ചത് വ്യഭിചാരപുത്രനാണെന്ന് പറയാനാണ്. അത്രക്കും പ്രകടമായി വ്യഭിചാരം നടക്കുന്ന ഒരു കാലത്ത് മറിയം റളിയല്ലാഹു അൻഹ ആണിനും പെണ്ണിനും മാതൃകയായി പുരുഷന്മാർ ആ രീതിയിൽ അധപ്പതിച്ചു. അതിന് മുമ്പ് നടന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഹദീസ് ഇങ്ങനെ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഒരു ഇദക്തഫറജുലു ബിർറജുലി വൽ മർഅതു ബിൽ മർഅ ബിമഅനൽ ഹദീസ്, ഏതെങ്കിലും ഒരു പുരുഷനിലും ഒരു പെണ്ണിലും തന്റെ വൈകാരികമായ വിഷയങ്ങൾ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ഒരു കാലം വന്നാൽ അത് അന്ത്യനാളിന്റെ ഏറ്റവും അടുത്ത അടയാളങ്ങളിൽ പെട്ടതാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന് വേണ്ടി പണിയെടുക്കുന്നവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ തരത്തിലുള്ള അനാർക്കിയാണ്, അരാജകത്വമാണ്. അല്ലാഹു മനുഷ്യന്റെ പ്രോപ്പർ കമ്പാനിയനായി പടച്ച പെണ്ണിനെ അവളെ ഒന്നുമല്ലാതാക്കി മാറ്റുകയും പെണ്ണിലും ആണിലും രീതിയിൽ അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചു
പുഷ്ടും തോന്നിവാസവും പ്രചരിക്കുന്നത്. ദീപായ വിധങ്ങൾ പറഞ്ഞുവല്ലോ, എന്തൊരു മനോഹരമായ സന്ദേശം. അല്ലാഹു തആല ഒരു സമൂഹത്തിലെങ്ങാനും വ്യഭിചാരം പരസ്യമായാൽ, നോക്കണം ഈ വാക്ക്, വ്യഭിചാരം പരസ്യമായാൽ അതിന്റെ മുൻ സമുദായങ്ങളിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശിക്ഷ കൊണ്ട് ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം വർദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ പരസ്യപ്പെടുത്തൽ? ഇദാ ഫശാ ഫീഹിമുൽ ഖുബുസ്. എന്താണ് ഈ വ്യഭിചാരത്തിന്റെ പരസ്യപ്പെടുത്തൽ? പണ്ടുകാലം പോലെയാണോ ഇത്? മനുഷ്യന്റെ ദൃശ്യശ്രാവ്യ മീഡിയകളിലൂടെ, വെബ്സൈറ്റുകളിലൂടെ ആഭാസങ്ങൾ, നാണം എന്ന സംഗതി അടുത്തുകൂടെ പോയിട്ടില്ലാത്ത മൃഗങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളെ ഹറാമിലേക്ക് വഴിതെറ്റിക്കാനും ഈ സമൂഹത്തിന്റെ യുവ ചെറുപ്പക്കാരെ 4 കാലിൽ നടക്കുന്ന മൃഗങ്ങളെ പോലെയാണെന്ന് വരുത്തി തീർക്കാൻ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ പ്രചരിക്കുന്നതല്ലേ? ഇദാ ഫശാ, വ്യഭിചാരം പ്രചരിച്ചാൽ എന്ന് പറഞ്ഞതിന് ഇതിനും വലിയൊരു അർത്ഥം ഇനി എങ്ങനെ വരും? ഇതിനും വലിയ അർത്ഥം പ്രചരിച്ചില്ലേ? ഒരു സിനിമ നടന്നുപോയാൽ അത് അവിടെ ഒതുങ്ങുമായിരുന്നു. അതാണോ ഇപ്പോ? പ്രചരിക്കുകയാണ്. മീഡിയ മുഴുവനും പ്രചരിപ്പിക്കുകയല്ലേ? എന്തിന്? ഹറാം പ്രചരിക്കാനും മനുഷ്യന്റെ മനസ്സിലേക്ക് ആദ്യമായി വ്യഭിചാരത്തിന്റെ ചിന്തയിച്ചു കൊടുത്ത പിശാച് മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്. എന്തിന്? അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു പണിയാണിത്. എറിഞ്ഞ് കൊല്ലണമെന്ന് അള്ളാഹു പറഞ്ഞ ശിക്ഷയുണ്ടെങ്കിൽ ഇതിലും വലിയ മൃഗീയമായ ഏറ്റവും കടുത്ത ഒരു ദോഷം പിന്നെ വേറെയുണ്ടോ? എറിഞ്ഞു കൊല്ലണം എന്നാ പറഞ്ഞത്. വാളുകൊണ്ട് കൊല്ലാൻ കഴിയുന്ന കാലല്ലേ അത്? വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ പറ്റുന്ന കാലല്ലേ? ശിക്ഷ എന്താ? ഖത്ലീനല്ല, അർറജും ഹത്തൽ മൗത്ത്. ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്നവരെ എറിയണം. എന്താ അതിന്റെ അർത്ഥം? അത്രക്കും അള്ളാഹുവിനടുത്ത് ഗൗരവമാണ് ഈ തെറ്റെന്നാണ്. അള്ളാഹു ഉമ്മത്തെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ومريم بنت عمران التي احصنت فرجها. മറിയം ബീവി റളിയല്ലാഹു അൻഹ വരുമ്പോഴാണ്, സുബ്ഹാനല്ലാഹ്, അവർ വരുമ്പോഴാണ് ഫതമസ്സല ലഹാ ബശറൻ സവിയ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് ബശറൻ സവിയ. ഏതെങ്കിലും വയസ്സനായിട്ട് വന്നു എന്നല്ല പറഞ്ഞത്, ബശറൻ സവിയ, നല്ല പ്രോപ്പർ ജെന്റിൽമാൻ. അടുത്ത് നിന്നു. അപ്പോഴേക്കും മറിയം ബീവി പറഞ്ഞില്ലേ, എന്നെ തൊടല്ലേ, ഇൻ കുൻത തഖിയ, നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? ഞാൻ അത്തരക്കാരിയല്ല സഹോദര, എന്നെ വിട്, ഞാൻ ഹറാം ചെയ്യുന്നവളല്ല. ഞാൻ ഇൻ കുൻത തഖിയ, നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ ചെറുപ്പക്കാര? ഇത് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ന് വരുമോ അന്നാണ് ഈ ഉമ്മത്ത് ഇസ്തിഖാമത്തിലേക്ക് എത്തുന്നത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു മിസ് കോൾ കാണുമ്പോഴേക്കും വീടുന്ന തോഴം, ഒരു മെസ്സേജ് വന്നാൽ പിന്നെ അവന്റെ ആളാണ്. എന്താണ് ഈ ആഭാസങ്ങളൊക്കെ? ഒരു എത്തിക്സ് നമ്മുടെ മക്കൾക്കൊന്നും ഇല്ലേ? അങ്ങനെ ഒരു രോഗമുള്ള കുറെ ആണുങ്ങളും കുറെ പെണ്ണുങ്ങളും ഈ ആഭാസങ്ങൾ കണ്ട് നമ്മൾ സഹിക്കുക. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ? മറിയം ബീവി റളിയല്ലാഹു അൻഹ അത്തരം ഒരു അവസ്ഥയിൽ നിന്നാണ്, ജെറുസലേമിന്റെ മണ്ണിൽ നിന്നാണ് അല്ലാഹു ലോകത്തിന് മുഴുവനും പ്രകാശിക്കുന്ന ദീപ്തമായ ഉദാഹരണമാക്കി അല്ലാഹു എഴുന്നേൽപ്പിച്ചു നിൽക്കുന്നതും ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ കലാം ഓതപ്പെടുമെങ്കിൽ അതിലൊക്കെ മുഅ്മിനീങ്ങൾക്ക് മാതൃക ആരാണ്? മറിയം അലൈഹിസ്സലാം, മറിയം റളിയല്ലാഹു അൻഹയാണ്. ഇത് പറയാൻ നമ്മുടെ ക്രിസ്ത്യാനി സഹോദരങ്ങൾ ഒന്നുമില്ല, നമുക്ക് ഒരു അസൂയ വിഷയത്തിലില്ല. നമ്മുടെ ആളാണ് മറിയം റളിയല്ലാഹു അൻഹ. അവർ നമ്മുടെ നബിയുടെ ഉമ്മയാണ്. ആ മഹദി ലോകത്തെ ചാരിത്രം പഠിപ്പിച്ചവരാണ്. അതിന്റെ പേര് അല്ലാഹു ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, അപ്പോഴാണ് നമ്മിൽ നിന്നുള്ള ആത്മാവ് മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാം ഊതി കൊടുക്കുന്നത്. ഫനഫഖ്നാ ഫീഹി മിർ റൂഹ് വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബി വകാനത് മിനൽ ഖാനിതീൻ. വ്യഭിചരിച്ചില്ലെന്ന് മാത്രമല്ല, വ്യഭിചാരത്തിന്റെ അടുത്തുപോലും എത്തിയില്ലെന്ന് മാത്രമല്ല, വ്യഭിചാരത്തെ ചിന്തിക്കുന്ന ഒരാളിന് പോലും പിന്തിരിയാനുള്ള ഉപദേശം കൊടുക്കുമായിരുന്ന മഹദി വകാനത് മിനൽ ഖാനിതീൻ, ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്തിരുന്ന പെണ്ണായിരുന്നു, ഇബാദത്ത് ചെയ്യുന്ന പെണ്ണായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അല്ലാഹു എന്തിനാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്? മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്താനാണ്. മൃഗമാകാൻ വല്ല പണിയൊന്നുമില്ല, മൃഗമാവാൻ ഒരു പണിയുമില്ല. മനുഷ്യനായി ജീവിക്കാൻ പ്രയാസമാണ്.
അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ ഖലീഫയാക്കിയത്. ഇവനിവിടെ മൃഗമാവരുത്. വികാരങ്ങൾ മനുഷ്യനുണ്ട്, പക്ഷെ അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ട്. മൃഗത്തിന് ബുദ്ധിയില്ല, വികാരമുണ്ട്. ഇത് രണ്ടുണ്ട് മനുഷ്യന്. മലക്കുകൾക്ക് വികാരങ്ങളില്ല, പക്ഷെ ബുദ്ധിയുണ്ട്. മനുഷ്യന് വികാരവും ബുദ്ധി. ഏത് തെരഞ്ഞെടുക്കുന്നു, എവിടെയാണ് നിന്റെ സ്റ്റാൻഡ്, എന്ത് തെരഞ്ഞെടുക്കുന്നു അവിടെയാണ് വിഷയം. മനുഷ്യന്റെ ഈമാൻ അടുത്ത തരത്തിൽ ഉയർന്നിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് ഈമാനുമായി പിടിച്ചു നിൽക്കാൻ പ്രയാസം വരും. യുഅ്മിനു യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ. രാവിലെ മുഅ്മിന, നേരം വെളുത്തപ്പോൾ കാഫിറാണ്. രാവിലൊക്കെ മുഅ്മിനായിരുന്നു, വൈകുന്നേരമായപ്പോഴേക്കും കാഫിർ. ഇങ്ങനെ ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.